ഹെൽമെറ്റ് വെച്ചിട്ട് മുടി കൊഴിയുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സത്യത്തിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ടല്ല നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടും അതുപോലെ പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. നമ്മൾ ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമ്മുടെ തലമുടി ഈ ഹെൽമെറ്റിൽ ഉരസിയിട്ടാണ്, അതായത് ഫ്രിക്ഷൻ ആയിട്ടാണ് നമുക്ക് ഹെയർ ബ്രേക്കേജ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വെക്കുന്നതിന് മുന്നേ ഒരു ഹെഡ് ക്യാപ്പോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട് ഹെയർ കവർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലയിലുള്ള വേർപ്പ് അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ബ്രേക്കേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നത്. ഈ ഭയങ്കര ടൈറ്റായിട്ട് മുടി കെട്ടി വെക്കുന്നത്, അതായത് പോണിടെയിലോ അല്ലെങ്കിൽ ബണ്ണൊക്കെ ഉപയോഗിച്ച് ടൈറ്റാക്കി മുടി കെട്ടി വെക്കുന്നതിന് പകരം കുറച്ചും കൂടി അയഞ്ഞ ഹെയർ സ്റ്റൈൽസ് ചൂസ് ചെയ്യുക. മറ്റൊരു പ്രശ്നമാണ് ഹൈജീൻ കുറവ്. നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമ്മുടെ തലയിൽ എണ്ണമയവും വേർപ്പും അടിഞ്ഞു കൂടിയിട്ട് ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതായത് ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹെൽമെറ്റ് ഊരിയതിന് ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് ആ വേർപ്പ് വൈപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നനഞ്ഞ മുടിയിൽ ഒരിക്കലും ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കുന്ന ആൾക്കാർ ഒരു pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ ചൂസ് ചെയ്യുക. ഇത് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഫംഗൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറ്റുകയാണെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും നമ്മുടെ ഹെൽമെറ്റ് വാഷ് ചെയ്യുക, അതായത് അതിൻ്റെ പാഡിങ് വാഷ് ചെയ്തിട്ട് സൺഡ്രൈ ചെയ്യുക. ഇത് ഹെൽമെറ്റിൽ ഉണ്ടാകുന്ന ഫംഗൽ ഗ്രോത്തിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെയർ ഫാളും ഹെയർ ബ്രേക്കേജും കുറയ്ക്കാനായിട്ട് ആഴ്ചയിൽ 1-2 തവണ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഹെഡ് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും തലയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഹെയർ ഫാൾ കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഹെൽമെറ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് പോലുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളെ ഇഷ്യൂ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള മെഡിസിൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.